ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. ന തപോഭിർന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാഃ. നമുക്കറിയാം, ഇതൊക്കെ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലേ. എത്ര നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ആ ഭഗവത് ഭക്തി, ഭഗവാനോടുള്ള ഭക്തിയുടെ, അതായത് ഭക്തിദേവിക്ക് തൻ്റെ മഹത്വം എന്താണെന്ന് ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തിൽ അത് ഒരു പ്രമാണം സഹിതം, ഒരു ഉദാഹരണം സഹിതം ശ്രീ നാരദ മഹർഷി അത് വ്യക്തമാക്കുകയാണ്. ന തപോഭിർ ന വേദൈശ്ച. ന എന്ന് പറഞ്ഞാൽ ഇല്ല. തപോഭിർന, അവിടെ തപോഭിഹി ന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തപോഭിർന. തപോഭി തപസ്സുകൊണ്ടോ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. വേദൈശ്ച, വേദങ്ങൾ കൊണ്ടോ, വേദാധ്യയനം ചെയ്യുന്നത് കൊണ്ടോ, ഘോരമായ തപസ് ചെയ്യുന്നത് കൊണ്ടോ, ന ജ്ഞാനേനാപി കർമ്മണ. ന ജ്ഞാനേനാപി, ന എന്നാൽ ഇല്ല. ജ്ഞാനേനാപി, ജ്ഞാനേന അപി എന്ന് പറഞ്ഞാൽ വളരെ വേദജ്ഞാനങ്ങളൊക്കെ നേടുന്നത് കൊണ്ടോ, വലിയ വലിയ അറിവുകൾ നേടുന്നത് കൊണ്ടോ, ശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് കിട്ടുന്ന അറിവ് കൊണ്ടോ, പിന്നെയോ കർമ്മണ. കർമ്മണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ, ഹരിർഹി, ആ ഹരിയെ, ഹി എന്നുള്ളത് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. നമുക്ക് അങ്ങനെ ഒന്നും കിട്ടുന്നതല്ല ആ ഭഗവാന്, മറിച്ച് സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാഃ. സാധ്യത എന്ന് പറഞ്ഞാൽ പ്രസാദിക്കുക, അല്ലെങ്കിൽ ലഭിക്കുക. നമുക്ക് ആ ഭഗവാനെ ലഭിക്കുന്നത്, ഭഗവാൻ പ്രസാദിക്കുന്നത് ഭക്ത്യാ, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാൻ പ്രസാദിക്കൂ. ഇവിടെ ആ ഭക്തിദേവിയോട് തന്നെ പറയാണ്, അല്ലയോ ഭക്തിദേവി, നോക്കൂ അവിടുത്തെ മഹത്വം. വേദശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ചത് കൊണ്ടോ, ഉപനിഷത്തുകളും വേദാംഗങ്ങളും ഒക്കെ പഠിച്ചത് കൊണ്ടോ, അതിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ടോ, ആ മഹത്തായ അറിവ് കൊണ്ട് പോലും ലഭിക്കുന്നതല്ല ഭഗവാനെ, ഘോരമായ തപസ്സുകൊണ്ട് ലഭിക്കുന്നതല്ല ഭഗവാനെ, മറിച്ച് ഭഗവാനെ കിട്ടണമെങ്കിലോ ഭക്തിയാ, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ. എന്നിട്ട് അതിന് ഉദാഹരണം പറയുകയാണ്, പ്രമാണം. അതിന് പ്രമാണമായിട്ടുള്ളത്, അതിന് ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ഉദാഹരണമായി അതിന് എന്താണ് നമുക്കൊരു തെളിവ് എന്ന് ചോദിച്ചാൽ പറയാവുന്നത് തത്ര ഗോപികാഃ. ആ ഗോപസ്ത്രീകളുടെ കാര്യം തന്നെ നോക്കൂ. അവർക്ക് ഭഗവാനെ കിട്ടിയത് ഭഗവാനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അവരുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാനെ മാത്രം വിചാരം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനല്ലാതെ അവർക്ക് ഒന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ഭഗവാനെ കാണണം, എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. ആ സാമീപ്യം ഭഗവാനെ അവർക്ക് നൽകിയിരുന്ന ആനന്ദം. അവർക്ക് സംസാരിക്കാൻ ഭഗവാനെക്കുറിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാന്റെ കളിയും ചിരിയും, ആ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ, ഒരു ഗോപസ്ത്രീയുടെ കയ്യിൽ നിന്നും അടുത്ത ഗോപസ്ത്രീയുടെ കയ്യിലേക്ക് ചാടിച്ചാടി പോവുക, അങ്ങനെ അപ്പോഴേക്കും അടുത്ത ഗോപസ്ത്രീ വരും, പിന്നെ ആ ഗോപസ്ത്രീയെ രമിപ്പിക്കലായി, ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ, ആ കളികൾ, ഇത് മാത്രമേ ആ ഗോപസ്ത്രീകൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. സദാ ഭഗവൽ വിചാരം, സദാ ഭഗവൽ കഥകൾ, സദാ ഭഗവൽ നാമം ഉരുവിടുക. ഇങ്ങനെ മാത്രം ഭഗവാനെ വേണ്ടി മാത്രം ജീവിച്ച, ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി തങ്ങളെ തന്നെ മറന്ന് ജീവിച്ചിരുന്ന ആ ഗോപസ്ത്രീകളാണ് ഏറ്റവും വലിയ ഉദാഹരണം ഭക്തിദേവി. ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ, ആ സമർപ്പണ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമേ, തന്നെ തന്നെ മറന്നുകൊണ്ട് ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആ ഗോപസ്ത്രീകളുടെ ഭക്തി, അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഭഗവാനെ കിട്ടിയത്. ആ ഭഗവാൻ പ്രസാദിച്ചത് അതൊന്നുകൊണ്ട് മാത്രമാണ്. മറിച്ച് അതേ കാലത്ത് ജീവിച്ചിരുന്ന കംസൻ
അതുപോലെ എത്രയെത്ര പേർ അവർക്കൊന്നും ലഭിക്കാതെ പോയത്, സദാ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. കംസന് ഒരു തവണയേ ആ കൃഷ്ണനെ നേരിട്ട് കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ആ ദർശന സൗഭാഗ്യത്തിന് അപ്പോഴും ആ നിമിഷം വരെയും ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു എന്ന് യോഗമായാദേവിയിൽ നിന്നും അറിഞ്ഞ ആ നിമിഷം മുതൽ കാണാനുള്ള യോഗം ഉണ്ടായില്ല എങ്കിൽ പോലും, അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല എങ്കിൽ പോലും, വിദ്വേഷഭാവത്തിലാണെങ്കിലും സദാ തൻ്റെ തലയ്ക്കു മുകളിൽ ഒരു വാളായി തൂങ്ങിക്കിടക്കുന്ന ഭഗവാൻ, കൃഷ്ണൻ എന്ന അന്തകനെ സദാ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു കംസൻ. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റത്തവണ ജീവിതത്തിലെ അത്ര കാലവും ഭഗവാനെ മാത്രം, ഭഗവാന്റെ ജനനം മുതൽ അത്ര കാലവും ഭഗവാനെ എപ്പോഴാണോ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായത് അതുവരേക്കും ഭഗവാനെ മാത്രം വിചാരം ചെയ്തുകൊണ്ട്, ഊണിലും ഉറക്കത്തിലും സദാ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന കംസന് ആ ഒരു തവണ കാണാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ അതോടെ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരാനുള്ള മഹാഭാഗ്യം ഭഗവാൻ അനുഗ്രഹമായി നൽകുകയും ചെയ്തു. ഭക്തി അതിൻ്റെ ഭാവത്തിൽ വ്യത്യാസമുണ്ടാകാം. കുചേലന് ഭഗവാൻ സ്വാമിയായിരുന്നു. കുറൂരമ്മയ്ക്ക് തൻ്റെ കുറുമ്പനായ കണ്ണനായിരുന്നു. വില്വമംഗലം സ്വാമിയാർക്ക് തൻ്റെ പൂജയ്ക്കെല്ലാം എല്ലാ ഒരുക്കങ്ങളും നടത്തിത്തരുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു. ഇങ്ങനെ പലർക്കും പല ഭാവമായിരുന്നിരിക്കാം. ഹിരണ്യകശിപുവിന് തൻ്റെ ശത്രുവായിരുന്നു. പക്ഷേ അപ്പോഴും സദാ വിചാരം ആ ഭഗവാനെയായിരുന്നു. അങ്ങനെ ഭാവത്തിൽ മാറ്റമുണ്ടാകുമെങ്കിലും സദാ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം വിചാരിക്കുന്ന ആ ഒരവസ്ഥ, ഭഗവാനെ മാത്രം നനച്ചുകൊണ്ട് കഴിയുന്ന അവസ്ഥ, അതാണ് ഭക്തി. അങ്ങനെയുള്ള ആ ഭക്തി ഒന്നുകൊണ്ട് ഇവരൊക്കെ നേടിയെടുത്തത് ആ ഭഗവാനെ തന്നെയായിരുന്നു. ഇവിടെ വ്യാസഭഗവാൻ ഒരു ഉദാഹരണം പറഞ്ഞത് ഗോപസ്ത്രീകളുടെയാണ്. ഗോപസ്ത്രീകൾ ഒന്നും ആഗ്രഹിക്കാതെ തങ്ങളുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ സദാ വിചാരം ചെയ്തുകൊണ്ട്, ഒടുവിൽ ആ ഉണ്ണി ഒരല്പം വളർന്നപ്പോഴും കാട്ടിൽ ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ തിരികെ വരുന്നതുവരെ അക്ഷമരായി കാത്തിരുന്നിരുന്ന ആ ഗോപസ്ത്രീകൾ, ഒരു നിമിഷം പോലും അവർക്ക് ആ ഉണ്ണിക്കണ്ണനെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല, തങ്ങളുടെ കൃഷ്ണനെ. അങ്ങനെ സദാ വിചാരം ചെയ്തുകൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ സിദ്ധിച്ചത്, അല്ലയോ ഭക്തിദേവി, അവിടുത്തെ ആ മഹത്വം കൊണ്ടാണ്. ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ള അവരുടെ ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയുടെ ആ ഒരു മഹാത്മ്യം കണ്ടിട്ടാണ്. നമുക്കറിയാം, ഭഗവാനു വേണ്ടി ദൂതുപോയ ഉദ്ധവര് പോലും പറഞ്ഞു, വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാതരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. യാതൊരു ഗോപസ്ത്രീകളുടെ ഹരികഥയാണോ എപ്പോഴും അവർക്ക് തമ്മിൽ കണ്ടാൽ പറയാനുള്ളത് ആ ഭഗവാന്റെ കഥകളാണ്. ആ യാതൊരു ഗോപസ്ത്രീകളുടെ ഈ ഒരു കഥനം കൊണ്ടാണോ ഈ 3 ലോകങ്ങളെയും പുനാതി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഗോപസ്ത്രീകളുടെ വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാതരേണും, ആ ഗോപസ്ത്രീകളുടെ പാദപത്മങ്ങളിലെ ആ പൊടിയിൽ ഞാനൊന്ന് വീണ് നമസ്കരിച്ചോട്ടെ എന്ന് ഉദ്ധവരെ കൊണ്ട് പറയിപ്പിച്ചത് ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ള ഭക്തിയുടെ ആഴം നന്നായി ഉദ്ധവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഉദ്ധവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവർക്ക് ഭഗവാനാണെല്ലാം, ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, താൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷെ എന്നിട്ടും ആ ഗോപസ്ത്രീകളുടെ മുൻപിൽ ഉദ്ധവര് പോലും ആ പാദരേണുക്കളിൽ, ഗോപസ്ത്രീകളുടെ പാദരേണുക്കളിൽ വീണൊന്ന് നമിക്കാൻ കൊതിച്ചുവെങ്കിൽ ആ ഗോപസ്ത്രീകളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ വികാരം, ഭഗവാൻ എന്ന ആ ഒരു സത്യസങ്കല്പം, അതെത്രമാത്രം വലുതായിരുന്നു. അല്ലയോ ഭക്തിദേവി, അവിടുത്തെ ആ മഹത്വം കൊണ്ടാണ് ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ സ്വന്തമായി കിട്ടിയത്, ഭഗവാനെ ലഭിച്ചത്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞത്.
ഇങ്ങനെ ആ ഭക്തിയുടെ മഹത്വം ഒന്നൊന്നായി ശ്രീ നാരദ മഹർഷി ഇപ്പോൾ ഭക്തിദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ന തപോഭിർന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാഃ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ന തപോഭിർന, അവിടെ രണ്ടാമത്തെ ന കൂട്ടക്ഷരമാണ്. പിന്നെ അടുത്തത് ഗോപികാഹ, അവിടെ വിസർഗവുമുണ്ട് ദീർഘവുമുണ്ട്. അപ്പോൾ അത് കായുടെ ആകാരം നീട്ടിയെടുത്തിട്ട് വേണം പകുതി ഹകാരത്തിൽ അത് നിർത്താനായിട്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ളൊരു ശ്ലോകമാണ്. ഹരേ കൃഷ്ണ.